നമ്മൾ മോം ആൻഡ് ഡാഡ് റെസിപ്പി സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് പെപ്പർ ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ ദി ഹങ്കർ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഇന്ദുപ്പ്. ഇന്ദുപ്പ് BP ഉള്ളവർക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഇന്ദുപ്പില്ലെങ്കിൽ സാദാ ഉപ്പ് ചേർക്കാം. ഇനി മസാലപ്പൊടികളെല്ലാം ബീഫ് കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നന്നായി തിരുമ്മി പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് നേരം മാറ്റി വയ്ക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ആദ്യം 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ച് 20 മിനിറ്റ് ബീഫ് നന്നായി വേവിച്ചെടുക്കണം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് എന്നിവ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു സബോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകം, 1.5 സ്പൂൺ മുളക് പൊടി ഇവ ഇട്ട് 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1.5 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് 1 മിനിറ്റ് നേരം വഴറ്റിയെടുക്കണം. ഇറച്ചി വേവിച്ച് വെള്ളം മാറ്റിവെച്ച് കഷ്ണങ്ങൾ മാത്രം എടുത്ത് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായി മിക്സായി വന്ന ശേഷം 1 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് വേവിച്ച വെള്ളം ചേർത്ത് നന്നായിട്ട് വെള്ളം വറ്റി വരുന്നത് വരെ ബീഫ് വരട്ടിയെടുക്കണം. വെള്ളമൊക്കെ വറ്റിയിട്ട് ബീഫ് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വളരെ എരിവുള്ള സ്പൈസി പെപ്പർ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.